10ാം ദിവസവും തീരുമാനമായില്ല. മുഖ്യമന്ത്രിയെ കാത്ത് കേരളം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം നീളുന്നു. ദില്ലിയിലെ രാജാജി റോഡിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി നിർണായക കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച 3/4 മണിക്കൂർ നേരം നീണ്ടുനിന്നു. ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഖാർഗെയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്നാൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഭരണ പ്രതിസന്ധിയെ തുടർന്ന് കേരളം ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് കോൺഗ്രസിലെ ഈ അധികാര തർക്കം. തമിഴ്നാട് നിയമസഭയിൽ വിജയുടെ TVK പാർട്ടി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റതിന് പിന്നാലെ വിവാദമായി നിയമനം. മുഖ്യമന്ത്രിയുടെ പ്രത്യേക രാഷ്ട്രീയ ഉപദേശകനായി ജ്യോതിഷി റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവാലിനെ നിയമിക്കാനുള്ള തീരുമാനമാണ് പ്രതിഷേധങ്ങളെ തുടർന്ന് പാർട്ടി റദ്ദാക്കിയത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ജ്യോതിഷിയെ ഉൾപ്പെടുത്തിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 18 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഈ വർഷം CBSE 12ാം ക്ലാസ് പരീക്ഷയ്ക്ക് 17,80,365 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു. 15,07,109 വിദ്യാർത്ഥികൾ വിജയിച്ചു. മൊത്തത്തിലുള്ള വിജയ ശതമാനം 85.20% കഴിഞ്ഞ വർഷത്തെ 88.39% നിന്ന് 3.19% പോയിന്റുകൾ കുറഞ്ഞു. KPCC അധ്യക്ഷൻ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് AICC അധ്യക്ഷനെ കണ്ടെന്ന വാർത്ത തള്ളാതെ കൊടിക്കുന്നിൽ സുരേഷ് MP. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. മന്ത്രിസഭ ചർച്ചകൾ പൂർത്തിയായാൽ മാത്രമേ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കൂവെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാൾ ഹിന്ദുവായി തുടരുന്നതിന് നിർബന്ധമായും ക്ഷേത്രത്തിൽ പോകണമെന്നോ പ്രത്യേക ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നോ ഇല്ലെന്ന് സുപ്രീം കോടതി. ഹിന്ദുമതം എന്നത് ഒരു ജീവിത രീതിയാണെന്നും സ്വന്തം വീടിനുള്ളിൽ ഒരു വിളക്ക് തെളിയിക്കുന്നത് പോലെ ഒരാളുടെ വിശ്വാസത്തിന് മതിയായ തെളിവാണെന്നും ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനർപരിശോധന ഹർജികളും വിവിധ മതവിഭാഗങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയും സംബന്ധിച്ച വാദത്തിനിടയിലായിരുന്നു കോടതിയുടെ നിർണായക പരാമർശങ്ങൾ. KSRTC ബസ്സുകളിൽ വനിതാ യാത്രക്കാരുടെ എണ്ണം ശേഖരിക്കാനുള്ള നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് വിവരശേഖരണം എന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ ടിക്കറ്റ് മെഷീനുകളിൽ ലിംഗഭേദം രേഖപ്പെടുത്തുന്ന സംവിധാനം പരീക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇതിൽ കൂടുതൽ നടപടികൾ പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നും KSRTC CMD പ്രമോദ് ശങ്കർ വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ നടന്ന നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് വിജയിച്ചു. 144 വോട്ടുകളാണ് നേടിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മെയ് 13-നകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ തമിഴക വെട്ടിക്കഴകത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഭരണം ഉറപ്പിച്ചു. പ്രതിപക്ഷമായ AIADMK-യിലുണ്ടായ വൻ വിള്ളലാണ് വിജയുടെ വിജയത്തിന് ആക്കം കൂട്ടിയത്. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായതോടെ താപനിലയിൽ കുറവുണ്ടായെങ്കിലും ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും കാരണം ഇടിമിന്നലിന്റെ തീവ്രതയും എണ്ണവും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽ മഴയ്ക്കൊപ്പവും ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുലാവർഷത്തോടൊപ്പവുമാണ് കേരളത്തിൽ മിന്നൽ ഏറ്റവും ശക്തമാകുന്നത്. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഒരു വർഷം ശരാശരി 71 പേർ മിന്നലേറ്റ് മരിക്കുന്നുണ്ട്. പുതുച്ചേരിയിൽ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരമേറ്റു. ഇതോടെ 5ാം തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. രാജ്നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ രാജ്യത്തിനെതിരെ വീണ്ടും ആക്രമണം നടത്തിയാൽ ആയുധ നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിലേക്ക് അതിന്റെ സമ്പുഷ്ടീകരണം ഉയർത്തിയേക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. ആണവ ആയുധങ്ങൾ നിർമ്മാണത്തിന് ആവശ്യമായ 90% സമ്പുഷ്ടീകരണം ഉയർത്തുമെന്നാണ് ടെഹ്റാന്റെ മുന്നറിയിപ്പ്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.